പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് റോയൽ റംബിളിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം റോമൻ റെയിൻസ് നേരിടേണ്ടി വന്ന വലിയ ഒരു ഇഞ്ചുറി സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് റോമൻ റെയിൻസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് കൊണ്ട് തന്നെ റോമൻ റെയിൻസ് വലിയ ഇഞ്ചുറികളില്ലാതെ ആ ഒരു സംഭവത്തെ തരണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയൊരു ബോച്ച് ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. മെൻസ് റോയൽ റംബിളിൽ റോമൻ റെയിൻസിനെ കൂടാതെ റോമൻ റെയിൻസ്, സെത്ത് റോളിൻസ്, CM പങ്ക് അങ്ങനെയുള്ള കുറേയധികം സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലുള്ള ഒരു റോയൽ റംബിൾ മത്സരം കൂടിയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ മൂന്ന് റെസ്ലേഴ്സും ഒരുമിച്ച് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെത്ത് റോളിൻസും റോമൻ റെയിൻസും പരസ്പരം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് CM പങ്ക് ഈ രണ്ടുപേരെയും എലിമിനേറ്റ് ചെയ്യുന്നു. CM പങ്കിനെ അപ്പോൾ തന്നെ ലോഗൻ പോളും എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫ്രസ്ട്രേഷനിലായ റോമൻ റെയിൻസും CM പങ്കും വാക്കുകൾ കൊണ്ട് തർക്കിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വന്ന സെത്ത് റോളിൻസ് റോമൻ റെയിൻസിനെ കെർബ് സ്റ്റോംപ് കൊണ്ട് ആക്രമിക്കുന്നുണ്ട്. ഒരൊറ്റ കാല് കൊണ്ടാണ് സെത്ത് റോളിൻസ് അദ്ദേഹത്തിൻ്റെ കെർബ് സ്റ്റോംപ് ചെയ്യാറുള്ളത്. എന്നാൽ റോമൻ റെയിൻസിനെതിരെ രണ്ട് കാല് ഉപയോഗിച്ചുകൊണ്ട് സെത്ത് റോളിൻസ് കെർബ് സ്റ്റോംപ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെത്ത് റോളിൻസിൻ്റെ ബാലൻസ് തെറ്റിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ ഇഞ്ചുറി, വലിയ അപകടം ഉണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇത്രയും കെർബ് സ്റ്റോംപൊക്കെ എടുത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള റോമൻ റെയിൻസ് ആ ഒരു സംഭവത്തെ നല്ല രീതിയിൽ സെൽ ചെയ്തുകൊണ്ട് അദ്ദേഹം മാക്സിമം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒഴിവാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം റോമൻ റെയിൻസിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ WWE പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. റോമൻ റെയിൻസ് ഈ ഒരു ഇൻസിഡൻ്റൊക്കെ നടന്നതിന് ശേഷം, ഈ ഒരു ഫൈറ്റൊക്കെ നടന്നതിന് ശേഷം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. റോമൻ റെയിൻസ് എന്താണ് നടന്നത് എന്ന് അറിയാതെ ഷോക്കിംഗ് ആയിട്ടുള്ള, വളരെ ഞെട്ടലോട് കൂടിയിട്ടുള്ള ഒരു മുഖമാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെത്ത് റോളിൻസ് എന്തിനാണ് റോമൻ റെയിൻസിനെ ആക്രമിച്ചത്, 2 തവണ എന്തിനാണ് കെർബ് സ്റ്റോംപ് ചെയ്തത്, താൻ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടത്, അങ്ങനെയുള്ള ഒരു ഷോക്കിങ്ങിലാണ് റോമൻ റെയിൻസ് ആ ഒരു മുഖത്തോടു കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത്. എന്തായാലും നല്ലൊരു ഫൈറ്റ് അവിടെ ഈ എലിമിനേഷൻ നടന്നതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്നു. സെത്ത് റോളിൻസ് കെർബ് സ്റ്റോംപ് 2 തവണ റോമൻ റെയിൻസിനെതിരെ ചെയ്യുന്നു. സെത്ത് റോളിൻസും CM പങ്കും തമ്മിൽ വലിയൊരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സെത്ത് റോളിൻസിൻ്റെ പൂർണ്ണ ഹീലായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. റസൽമീനിയ 41 റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക്, ഈ 2 സ്റ്റോറിയിൽ ഒന്ന് നടക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കിടിലമായിട്ടാണ് ഈ എലിമിനേഷൻ കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റുകൾ അവർ കാണിച്ചിട്ടുള്ളത്. റോമൻ റെയിൻസിന് വലിയ ഇഞ്ചുറികളില്ലാതെ അദ്ദേഹത്തിന് ആ ഒരു അപകടത്തെ തരണം ചെയ്യാൻ സാധിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.